ഇതൊക്കെ അറിയാമല്ലോ ആ മേഞ്ഞാൻ തോട്ടിലെ സംഭവം ശരിക്കും ഞെട്ടിപ്പോയൊരു സംഭവം അതൊക്കെ. അയ്യോ ദൈവമേ, ഒന്ന് ശുദ്ധീകരിക്കാൻ ഇറങ്ങിയ അയാൾ ആരെയും ദ്രോഹിക്കാൻ ഇറങ്ങിയതല്ലല്ലോ, ട്രോളുകാർക്ക് വേണ്ടിയിട്ട് സംഭവം ഉണ്ടാക്കാൻ ഒന്നും ഇറങ്ങിയതല്ല. പക്ഷേ എന്തുകൊണ്ടത് അങ്ങനെ സംഭവിച്ചു? അപ്പം ഞാൻ പറയുന്നത് ഇപ്പം തന്നെ അതേപോലെ പല കാര്യങ്ങളുണ്ട്. എവിടെങ്കിലും വെള്ളപ്പൊക്കം എന്തോരം ഒരുപാട് സ്ഥലത്ത് ഈ ഡാം തുറക്കുമ്പോഴും അത് തുറക്കുമ്പോഴും ഒക്കെ ഇതുപോലെ ഈ നദികളൊക്കെ ഓവർഫ്ലോ ചെയ്ത് വെള്ളം വരുന്നുണ്ട്. വെള്ളത്തിൽ കൂടെ നടക്കാൻ വയ്യ, നമ്മൾ കാണുന്നില്ലേ അഴുക്ക് വെള്ളത്തിൻ്റെ ഇടയിൽ കൂടെ പോകുന്നു. ഇതിനൊക്കെ ഇങ്ങനെയൊക്കെയുള്ള പരിഹാരങ്ങളാണ് ആദ്യം നമ്മളൊന്ന് എനിക്കത് വളരെ ഞാൻ പറയുന്നത് ബന്ധപ്പെട്ട വകുപ്പ് മന്ത്രിമാരുടെ ശ്രദ്ധിക്കണം. ഇനി ഇത് കഴിയുമ്പോഴത്തേക്ക് ഈ ഓരോരുത്തർ കയറി ഇരുന്നുകൊണ്ട് അങ്ങനെ ഇങ്ങനെയെന്ന് ഡയലോഗ് അടിക്കുന്നതിന് പകരം നിങ്ങൾ ജയിക്കാൻ ഏത് പാർട്ടിയും ആവട്ടെ, ഞങ്ങളുടെ എല്ലാവരുടെയും അണികളുടെ സപ്പോർട്ടുണ്ട്. നിങ്ങളുടെ പ്രധാനപ്പെട്ട ലക്ഷ്യം എന്ന് പറയുന്നത് അതല്ല. നമ്മുടെ സുഖസൗകര്യങ്ങളെക്കുറിച്ച് എത്ര ശമ്പളം കിട്ടും, എവിടെ താമസിക്കും, എത്ര ബാറ്റ് കിട്ടും, അതൊന്നും അല്ല കാര്യം. അത് ഇപ്പം ഞാൻ പറയാം, ആര്യയ്ക്ക് തന്നെ പറ്റിയ ഒരു ചെറിയ അവസ്ഥ ഞാൻ എൻ്റെ ഒരു സ്വന്തം അനിയത്തിയോട് പറയാം. ഞാൻ ആ ബസ്സിൻ്റെ ഒരു വീഡിയോ ഉണ്ടായിരുന്നു അല്ലേ, എനിക്കത് പറയുമ്പോൾ ഞാൻ കുറ്റപ്പെടുത്തുകയല്ല. പക്ഷേ ഇപ്പോൾ ആര്യയ്ക്കും ഭർത്താവിനും MLA ശരിയാണ്, അവർക്കൊരു കുഴപ്പമില്ലല്ലോ. അനുഭവിച്ചത് മുഴുവൻ ആ വണ്ടി ഓടിച്ചവരാ. എന്താണ് അവൻ ചെയ്തത്, തെറ്റെന്തൊക്കെ അടിച്ചു പിടിച്ചതൊക്കെ പറയുന്നത്. പക്ഷേ അങ്ങനെയാണെങ്കിലും ഫസ്റ്റ് ആ വണ്ടി കൊണ്ടുവന്ന് കുറുകെ നിർത്തിയത് ഒരു MLA ചെയ്യാൻ പാടില്ല.